കൃഷ്ണ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മഞ്ജുളാലിൻ്റെ കഥ അറിയാമോ? മഞ്ജുള ഒരു വാര്യസാർ പെൺകുട്ടിയായിരുന്നു. അവൾ വലിയ കൃഷ്ണഭക്തിയായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്തായിരുന്നു മഞ്ജുളയുടെ വീട്. എന്നും കൃഷ്ണന് ഭഗവത് നാമം ചൊല്ലി പൂക്കൾ കൊണ്ട് മനോഹരമായ ഒരു മാലയുണ്ടാക്കി ക്ഷേത്രത്തിൽ കൊണ്ടുകൊടുക്കുമായിരുന്നു. ദിവസവും അമ്പലത്തിൽ പോകുന്ന വഴിയിൽ കുറച്ചു ദിവസമായി കാലിച്ചക്കന്മാരുടെ ശല്യമാണ്. കൂട്ടത്തിൽ നേതാവെന്ന് തോന്നിക്കുന്ന ഒരു പയ്യൻ മഞ്ജുള പോകുമ്പോൾ എന്നും കളിയാക്കുമായിരുന്നു. പക്ഷേ അവൾ ഗുരുവായൂരപ്പനെ മനസ്സിലോർത്ത് ഒന്നും ഗൗനിക്കാതെ നടക്കും. ഒരു ദിവസം ആ കാലിച്ചക്കൻ പുല്ലാങ്കുഴൽ ഊതി മഞ്ജുളയുടെ പിന്നാലെ ചെന്ന് ശല്യപ്പെടുത്തി മഞ്ജുളയുടെ കയ്യിലെ മാല ചോദിച്ചു. ക്ഷേത്രനട അടയ്ക്കുന്നത് കൊണ്ട് അവൾ വേഗത്തിൽ നടന്നു. പിന്നാലെ പുല്ലാങ്കുഴലും കൊണ്ട് കാലിച്ചക്കനും എത്തി. ക്ഷേത്രത്തിൽ എത്തിയ അവളെ ക്ഷേത്രത്തിലെ കാവൽക്കാർ അകത്തോട്ട് കയറ്റിയില്ല. ആൽമര ചുവട്ടിൽ ഒരു കാലിച്ചെറുക്കൻ്റെ കൂടെ കണ്ടു എന്നുള്ള അപരാധം അവൾ ചുമത്തി. താൻ കെട്ടിക്കൊണ്ടുവന്ന മാല കയ്യിൽ പിടിച്ച് അവൾ അതീവ ദുഃഖത്തോടെ ക്ഷേത്രത്തിന് പുറത്തു നിന്ന് കരഞ്ഞു. ഇത് ക്ഷേത്രത്തിൽ നിന്നും തൊഴുതു വരുന്ന പൂന്താനം നമ്പൂതിരി കണ്ട് കാര്യം അന്വേഷിച്ചു. മഞ്ജുള സങ്കടത്തോടെ കാര്യം പറഞ്ഞു കൊടുത്തു. പൂന്താനം നമ്പൂതിരി അപ്പോൾ ദൂരെയുള്ള ഒരു ആൽമരം കാണിച്ചിട്ട് അവിടെ കാണുന്ന ഒരു കല്ലിൽ ഭഗവാനാണെന്ന് സങ്കല്പിച്ച് മാല ചാർത്താൻ പറഞ്ഞു കൊടുത്തു. കല്ലിലും മരത്തിലും തൂണിലും തുരുമ്പിലുമുള്ള ഭഗവാൻ ആ മാല സ്വീകരിക്കുമെന്ന് പറഞ്ഞു. മഞ്ജുള കണ്ണു തുടച്ച് ഭക്തിപൂർവ്വം ആ മാല ആൽമരത്തിലെ കല്ലിൽ ചാർത്തി. പിറ്റേന്ന് മേൽശാന്തി ഭഗവാന്റെ മാലകൾ ഓരോന്നായി മാറ്റാൻ തുടങ്ങി. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ഒരു മാല മാത്രം മാറ്റാൻ കഴിയുന്നില്ല. അത് താൻ ഇന്നലെ ചാർത്തിയ മാലയല്ലെന്ന് തിരുമേനി ഓർത്തു. അപ്പോൾ ദർശനത്തിനായി വന്ന പൂന്താനം തലേ ദിവസം നടന്ന കാര്യം അവിടെ എല്ലാവരോടുമായി പറഞ്ഞു. ഇത് മഞ്ജുള ഭഗവാന് കെട്ടിയ മാലയാണ്. ആൽമര ചുവട്ടിൽ കണ്ടത് കാലിച്ചക്കനായിരുന്നില്ല, അത് ശ്രീ സാക്ഷാൽ ഗുരുവായൂരപ്പനായിരുന്നു. അതിനാൽ മഞ്ജുളയെ കണ്ട് വിഷമം മാറ്റി ഈ പൂമാല മാറ്റിയെടുക്കാൻ പറയുക. എന്നാലേ ഇന്ന് നിർമ്മാല്യം നടക്കുകയുള്ളൂ. ക്ഷേത്രം ജീവനക്കാർ മഞ്ജുളയെ കണ്ട് ക്ഷമ ചോദിച്ചു. മഞ്ജുള ക്ഷേത്രനടയിൽ വന്നിട്ട് ഭഗവാനെ എൻ്റെ മാല തിരിച്ചു തരൂ എന്ന് പറഞ്ഞു. ഉടനെ മാല ഊരിപ്പോന്നു. ഭക്തയായ മഞ്ജുളയുടെ മാല കണ്ണൻ സ്വീകരിച്ച ആ ആൽമരം മഞ്ജുളാൽ എന്നറിയപ്പെട്ടു. അങ്ങനെയാണ് മഞ്ജുളാൽ എന്ന പേര് വന്ന ഐതിഹ്യം.